വെൽക്കം ടു LK സ്റ്റാർ മാത്സ് ക്ലാസ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സസൈസ് 4.2 അതിലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഇസ് 7 സെൻറ്റിമീറ്റർ ലെസ് ദാൻ ഇറ്റ്സ് ബേസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബേസിനേക്കാളും 7 കുറവാണ്. എവിടെയാ? ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ. ആൻഡ് ഇഫ് ദ ഹൈപ്പോട്ടന്യൂസ് ഈസ് 13 സെൻറ്റിമീറ്റർ. കണ്ടോ, ഹൈപ്പോട്ടന്യൂസ് 13 തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ അതർ ടു സൈഡ്. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ആൻസർ ചെയ്യാം. അപ്പോൾ ഇതാണല്ലോ ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എല്ലാ കുട്ടികൾക്കും ഇത് അറിയാം. ഇതായിരിക്കും അതിൻ്റെ ബേസ്, ഇവിടെയായിരിക്കും അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്, ഇവിടെയാണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. അവിടെ 13 തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബേസിനേക്കാളും 7 സെൻറ്റിമീറ്റർ ലെസ്സാണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് പ്രകാരം നമ്മളത് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ബേസ് അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യാം? ബേസ് ഓഫ് റൈറ്റ് ട്രയാങ്കിളിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? എക്സ് ആയിട്ട് എടുക്കുക. ദെൻ ഓൾട്ടിറ്റ്യൂഡ് ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ 7 സെൻറ്റിമീറ്റർ ലെസ് ദാൻ ബേസ് എന്ന് പറഞ്ഞു. അപ്പോൾ ബേസ് എക്സ് ആയിട്ട് എടുത്തു. ഈ എക്സിനേക്കാളും 7 കുറവാണ് ആരാ? ഓൾട്ടിറ്റ്യൂഡ്. സോ x-7 എന്നെടുത്തു. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ള? ഇവിടെ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട് 13. സോ ഹൈപ്പോട്ടന്യൂസ് കിട്ടാനുള്ള ആ ഒരു ഇക്വേഷൻ പൈതഗോറസ് തിയറം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇതാണ് സംഭവം. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. സോ നമുക്ക് എന്ത് ചെയ്യാം? ബേസ് നമ്മൾ എന്തായിട്ടാണ് എടുത്താൽ? അതാ ഈ കിടക്കുന്ന എക്സ് ആയിട്ടാണ് എടുത്തത്. സോ എക്സ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓൾട്ടിറ്റ്യൂഡിനെ നമ്മൾ എന്തായിട്ട് എടുത്താൽ? x-7. സോ പ്ലസ് x-7 ദ ഹോൾ സ്ക്വയറിലിടണം കേട്ടോ. ദെൻ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട് 13 സ്ക്വയർ. അപ്പോൾ നമുക്കിപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ കിടക്കണം. പക്ഷേ x-7 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് ഈ ഒരു ഐഡൻറ്റിറ്റിയിലാണ്. a-b ദ ഹോൾ സ്ക്വയർ സെക്കൻഡ് ഐഡൻറ്റിറ്റി. സോ ഇവിടെ എന്ത് വരിക? ഉണ്ടോ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഫോമിലേക്ക് നമ്മളിതിനെ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ. ഇതാണ് എ, ഇതാണ് ബി. സോ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് സ്ക്വയർ. ദെൻ മൈനസ് കണ്ടോ 2 ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എ ഇൻറ്റു ബി. അതാണ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 7. ദെൻ ഇവിടെ എന്താ കിടക്കുന്നത്? പ്ലസ്. അപ്പോൾ പ്ലസ് ഇട്ടു. ഇനി ആരാ? ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറയുന്നത് ആരാ? -7 സ്ക്വയർ. സോ -7 സ്ക്വയർ കൊടുത്തു. ഇനി എന്ത് കൊടുക്കുക? അതാ ഇവിടെ രണ്ടെണ്ണം ഒരുപോലെ ലൈക്ക് ടേംസിൽ വന്നിട്ടുണ്ട്. അത് ആഡ് ചെയ്യാം. ഇതിൻ്റെ കോഫിഷ്യൻ്റ് എന്താണ്? 1 ആണ്. സോ 2x സ്ക്വയർ. ദെൻ മൈനസ് 2 7s are 14 into x minus 14x. Then -7 into -7 which means positive 14. ക്ലിയർ ആയല്ലോ? ഈക്വൽ ടു ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? 13 സ്ക്വയർ. 13 into 13 എന്ത് വരും? 169. ക്ലിയർ ആയില്ലേ? ഇനി 2x സ്ക്വയർ മൈനസ് 14x പ്ലസ് 49. ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് 169 ഈക്വൽ ടു 0. ഇനിയോ 2x സ്ക്വയർ മൈനസ് 14x. ഇത് തമ്മിൽ എന്ത് ചെയ്യണം? ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 120 കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി ഇതിനെല്ലാം നോക്കിയതെല്ലാം 2ൽ പോകും. അപ്പോൾ 2ൽ പോകുന്നതുകൊണ്ട് ഇതിനെല്ലാത്തിനെയും 2 കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്കൊന്നും കൂടി ചെറുതാക്കി അതിനെ എടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ? അപ്പോൾ 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2ഉം 2ഉം ക്യാൻസൽ. ദെൻ ബാക്കി എക്സ് സ്ക്വയർ. ഇനി -14നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ്? 7 2s are 14. സോ 7x. ഇനി ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ഈ 12ൽ മാത്രം എത്രയാണ്? 6 ടൈംസ് പോയി. ഇതിന് 0യും കൂടി ഇടുമ്പോൾ എന്ത് കിട്ടി? -60 കിട്ടി. ക്ലിയർ ആയാലോ? ഈക്വൽ ടു 0 ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു ഇക്വേഷൻ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും അല്ലെ, ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും ഇൻറ്റു ചെയ്യുക കേട്ടോ. ഇതിൻ്റെ കോഫിഷ്യൻ്റ് ആയിട്ടുള്ള 1 ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. സോ 1 ഇൻറ്റു -60. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? -60 കിട്ടി. ഇനി നമ്മൾ 60യുടെ ഫാക്ടേഴ്സ് കണ്ടെത്തുക. ഇതിന് വേണ്ടിയിട്ടായിരിക്കണം ഫാക്ടേഴ്സ് കണ്ടെത്താൻ. നമ്മൾ 2 ഗ്രൂപ്പാക്കി എടുത്തിട്ട് അവയെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് -60 കിട്ടണം. അതേ ഫാക്ടേഴ്സ് നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടണം? -7x തന്നെ കിട്ടണം. ഇവിടെ -60, ഇവിടെ -7x. സോ അതിന് വേണ്ടിയാണ് നമ്മൾ 60നെ ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. എങ്ങനെയാണ്? ഇതുപോലെ കണ്ടോ? 60 2 പോകുമല്ലേ ഇതിൽ. അപ്പോൾ 3 2s are 6. ദെൻ 0. ഇനിയോ 2 വീണ്ടും ഇതിൽ പോയി പ്ലേസിൽ 0 ആണ്. 1 ഇൻറ്റു 2 2. സോ ബാലൻസ് 1 വന്ന് ഇതിൻ്റെ കൂടെ ചേർത്ത് വന്നപ്പോൾ എത്രയായി? 10 ആയി. 5 2s are 10. അപ്പോൾ 15 ടൈംസ് പോയി. ഇനി 15ൽ പോകുന്നത് ആരാ? 3 ആണല്ലേ. സോ 3 ഇൻറ്റു 5 15. അങ്ങനെയാണ് നമ്മളിവിടെ ഇത് എഴുതി വെച്ചിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിനെ ഒരു ഗ്രൂപ്പായിട്ട് എടുത്തു. കണ്ടോ? ഇത് ഇത്രയും ഒരു ഗ്രൂപ്പും ഇത് ഇത്രയും ഒരു ഗ്രൂപ്പും. അപ്പോൾ 2 2s are 4 4 3s are 12 ഇൻറ്റു ഈ 5. നോക്കിയേ
12 ഇൻറ്റു 5 ഈക്വൽ ടു 60. പക്ഷേ നമുക്കിവിടെ -60 വരണം. അതുകൊണ്ടാണ് 12ൻ്റെ മുന്നിൽ നമ്മൾ എന്തിട്ട് കൊടുത്തിരിക്കുന്നത്, നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാവാം നെഗറ്റീവ് സൈൻ 12ൻ്റെ മുന്നിൽ തന്നെ ഇട്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കിടക്കുന്നത് എന്താണ്, -7x ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, കണ്ടോ, ഈ വലിയ നമ്പറിൻ്റെ മുന്നിൽ നെഗറ്റീവ് സൈൻ വന്നാൽ മാത്രമേ നമ്മുടെ ആൻസറിൽ ആര് വരുള്ളൂ, നെഗറ്റീവ് സൈൻ വരുള്ളൂ. കണ്ടോ, ഇവിടെ -12ഉം ഇവിടെ +5ഉം ആണ്. സോ ഇത് തമ്മിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, നെഗറ്റീവും പോസിറ്റീവും വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യും. പക്ഷേ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ നമ്പറിൻ്റെ മുന്നിൽ കിടക്കുന്ന സിമ്പിളാണ് നമ്മൾ ആൻസറിന് കൊടുക്കേണ്ടത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 12ൻ്റെ മുന്നിൽ തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 5ൻ്റെ മുന്നിലിട്ടാൽ തെറ്റി. അപ്പോൾ നോക്കിയോ, -12 ഇൻറ്റു 5 -60, -12 + 5 നമ്മൾ സബ്ട്രാക്ട് ചെയ്തു, -7. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇതിനെടുത്തത്, ഈ കിടക്കുന്ന 7 നമ്മളെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തത്, -12x + 5x ഈക്വൽ ടു -7x. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ, നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഒന്നും കൂടി എടുത്തെഴുതി. x² - 7x - 60 ഈക്വൽ ടു 0. ഇനി നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത മെത്തേഡ് വേണം എഴുതാൻ കേട്ടോ. ഇവിടെ ഈ x² എടുത്തെഴുതി, ഈ 7xനെ സ്പ്ലിറ്റ് ചെയ്താണ് -12x + 5x. ഇനി ഈ -60 ഈക്വൽ ടു 0. ക്ലിയർ ആയല്ലോ? ഇനി ഇതെടുക്കുക, x -12x ഇതൊരു ഗ്രൂപ്പായി, 5x - 16നെ മറ്റൊരു സെക്ഷനാക്കി. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ നോക്കിയാൽ ആരാണ്, x ആയിരിക്കും. കണ്ടോ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആരാണ്, x ആണ്. അപ്പോൾ x ഇൻറ്റു x ആണ് ഇതാ ഈ കിടക്കുന്ന x². 12 ഇൻറ്റു -12 ആണ് -12x. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ ഇത്രയും ആക്കി വെച്ചു. ഇനി ഇത് ചെയ്യുമ്പോഴും ഇതേ ആൻസർ തന്നെ എനിക്ക് ഇപ്പുറത്തും വരിക. നോക്കിയപ്പോൾ ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എഴുതിയാലും ഇവിടുത്തെ നമ്പർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരുപോലെ വരുള്ളൂ. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് വന്നാൽ നമ്മുടെ ആൻസർ തെറ്റാന്ന് അർത്ഥം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഇപ്പോൾ 5 ഇൻറ്റു എക്സ് അല്ലേ, 5 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 5x ആണ്. ഇവിടെയോ 12 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എന്താണ്, 60 ആണ്. അപ്പോൾ നമ്മളുടെ ക്ലിയർ ആയില്ലേ, ഈ ആൻസർ തന്നെയായിരിക്കുള്ളൂ ഇവിടെയും വരുന്നത്, ഈക്വൽ ടു 0. ഇനി ഇവിടെ വരുന്നത് എന്താണ്, x - 12 ഇവിടെ വന്നു, x - 12 വന്നു. അതിൽ ഒരു x - 12നെ എടുക്കുക, ബാക്കിയുള്ള x + 5നെ ഒന്നിച്ച് ഇതിലേക്ക് ഇടുക. ഇവിടെ എത്രയാ, 0യും കൊടുക്കുക, ഈ 0. ഇനി ഇതിന് രണ്ടിനെയും ഗ്രൂപ്പ് ചെയ്യുക, x - 12 ഈക്വൽ ടു 0. ഇവിടെ x ഈക്വൽ ടു ഈ 0 എഴുതി, ഇതിപ്പുറേക്ക് വന്നപ്പോൾ എന്തായി മാറി, +12 ആയി. x ഈക്വൽ ടു 12, 0 + 12 12. ഇനി ഈ സെക്ഷൻ എടുത്തു, x + 5 ഈക്വൽ ടു 0. സോ x ഈക്വൽ ടു ഈ 0 + 5 ഇപ്പറേ വന്നപ്പോൾ എന്തായി, -5 ആയി. x ഈക്വൽ ടു -5 അല്ലേ? ഒരെണ്ണത്തിൻ്റെ ആൻസർ എന്താ കിട്ടിയത്, 12 ആണ്. ഒരെണ്ണത്തിൻ്റെ ആൻസർ എന്താ കിട്ടിയത്, -5 ആണ്. സോ ഹിയർ x ഈക്വൽ ടു ഈ -5 ഈസ് എന്താണ്, അൺഅഡ്മിസിബിൾ ആണിത് നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്, റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസിനെ നമ്മൾ x ആയിട്ടാണ് എടുത്തത്. ബേസ് എപ്പോഴെങ്കിലും -5 ആയിട്ട് ഇവിടെ വരുന്നില്ല. കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ലെങ്ത് ഓഫ് ദ ബേസ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് ദ ലെങ്ത് കാൺട്ട് ബി നെഗറ്റീവ്. അതൊരിക്കലും എന്തായി വരില്ല, നെഗറ്റീവ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇതിനെ മാറ്റി വയ്ക്കുക അല്ലേ, ഇതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇത് ഈ എക്സിൻ്റെ വാല്യൂ 12, ആ 12 നമുക്ക് എടുക്കാം. കണ്ടോ, x ഈക്വൽ ടു 12. അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ ബേസ് എത്രയാണെന്നാണ് പറഞ്ഞത്, 12 ആണെന്ന് പറഞ്ഞു. സോ ബേസ് x ഈക്വൽ ടു 12 ആണ്. ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മളെടുത്തത്, x - 7 ആണ്. അപ്പോൾ നമ്മൾക്ക് എക്സിൻ്റെ സ്ഥാനത്ത് 12നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ, 12 - 7 ഈക്വൽ ടു 5. ഇപ്പോൾ ക്ലിയർ ആയില്ലേ, ബേസ് 12 ആയിരുന്നു, ഓൾട്ടിറ്റ്യൂഡ് 5 ആയിരുന്നു. ഇനി ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്താൽ ഈ പറഞ്ഞത് കേട്ടോ, ഇതിനെ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഫാക്ടേഴ്സ് ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഫാക്ടേഴ്സ് കണ്ടെത്തി വെച്ചപ്പോൾ തന്നെ നമുക്ക് 12 ഇൻറ്റു 5 ആണ് 60 കിട്ടിയത്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്കിവിടെ അതെടുത്ത് എഴുതാം കേട്ടോ. കണ്ടോ, 5 ഇൻറ്റു എക്സ് 5x-ഉം 5 ഇൻറ്റു -12ഉം -60. നിങ്ങൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് മാത്രം നോക്കിയെടുത്താൽ മതി കേട്ടോ. ഇവിടെയും അത് തന്നെയാണ്. ഇപ്പോൾ x² എന്ന് പറയുമ്പോൾ എന്താണത്, x ഇൻറ്റു x ആണ് x² അല്ലേ, ഇവിടെ x² എന്ന് കൊടുക്കാം.
ഇനി 12 എന്ന് പറയുന്നതോ അവിടെ വരുമ്പോൾ എന്താണ് 12 ഇൻറ്റു എക്സും ആണ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വന്നത് ആരാണ്? എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് എക്സിനെ പുറത്തെടുക്കാം. ബാക്കി വന്ന 2 പേരെയും കൂടി ഈ സൈൻ യൂസ് ചെയ്തുകൊണ്ട് ബ്രാക്കറ്റിലിടാം. സെയിം തന്നെയായിരിക്കും ഇവിടേക്കും വരിക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. LKLS ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.